അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് ഡെയിലി ഡേ വ്ളോഗ്സ് ആയിരിക്കും നമ്മൾ ചാനലിനകത്ത് മിസ്റ്റർ മൂക്കി ചാനലിൽ ഉണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ ഡെയിലി ഡേ വ്ളോഗ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം പോകുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ്. അത് അമ്മ പുറകിലിരിപ്പുണ്ട്. അമ്മ കൈ കാണിച്ചേ. മാസ്കൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. അമ്മയുടെ വീട് കിഴക്കേക്കലടയാണ്. അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മളവിടെ വെച്ച് ഒരുപാട് പാചകമൊക്കെ ചെയ്തായിരുന്നു. അപ്പം അവിടെ പോകുന്ന മറ്റാവശ്യങ്ങൾക്കായിട്ടാണ്. പക്ഷേ നമ്മൾ ആ പോകുന്ന സ്ഥലവും ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കാണാറുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. കുറച്ച് ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിനടുത്ത് തന്നെ. അവിടെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് മൊത്തത്തിൽ ആ ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ഡേ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ബൂം. ഉള്ളവർക്കൊന്നും ഈ സ്ഥലം ഒരു അത്ഭുതമല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇതുപോലെ വല്ലപ്പോഴും കൂടി നാട്ടിൻപുറത്ത് വരുന്ന ആളുകൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും കാണാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് കായൽവാരം. ഞങ്ങളുടെ അളിയന്മാരൊക്കെ സ്ഥിരമായിട്ട് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. നമ്മുടെ വീട്ടിൽ നിന്നൊരു കുറച്ച് ദൂരമേ ഉള്ളൂ. നടന്നു പോകാനുള്ള വഴിയുണ്ട്, നമുക്ക് വണ്ടി പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ വണ്ടി പോകാനുള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അവിടെ ചെന്നിറങ്ങിയാൽ തന്നെ നല്ല കിളികളുടെ ശബ്ദവും നമ്മുടെ ക്യാമറാമാന് ഒരുപാട് ഡ്യൂട്ടി കിട്ടുന്ന നല്ല നല്ല പിക്ചേഴ്സ്, നല്ല നല്ല ഫ്രെയിംസ് അവിടെ ഉണ്ടായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അവിടെ ആസ്വദിക്കാൻ പറ്റി കുറേ നേരം. ശരിക്കും ഞങ്ങളിവിടെ ഒരുപാട് പാചകം ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം. ഇപ്പം നമ്മൾ പോകുന്നത് അവർ കളിക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. നാട്ടിൻപുറത്തിൻ്റെ നന്മ നിറഞ്ഞു നിൽക്കുന്നൊരു ഗ്രാമമാണ് ശരിക്കും കിഴക്കേക്കലട മുട്ടം എന്ന് പറഞ്ഞ ആ പ്രദേശം. കോടവിള എന്നൊക്കെ പറയാറുണ്ട്, പല പേരിൽ അറിയപ്പെടാറുണ്ട്. യാദൃശ്ചികമായിട്ട് അവിടെ ചെന്നപ്പോൾ സ്ഥിരം നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്നൊരു കാഴ്ച കണ്ടു. ബോള് തപ്പുന്ന പിള്ളേർ. അവർ കളിച്ചിട്ടുണ്ടെന്ന് ബോൾ പോയി അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്കെല്ലാവരും അനുഭവിച്ചിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തില്ല. കാര്യം വൈകുന്നേരം ആവാറായി. ഒത്തിരി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷ്വൽസ് ഒന്നും കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തുള്ളൂ. ഞങ്ങൾ നേരെ കായൽവാരത്തേക്ക് യാത്ര തിരിച്ചു. കായൽവാരത്ത് പണ്ട് പോയ വഴികളൊക്കെ മറന്നുപോയി. ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വഴി തെറ്റിയായിരുന്നു. പക്ഷേ അവന്മാർ ഞങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് അളിയന്മാർ കായൽവാരത്തേക്ക് കൊണ്ടുപോയി. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കക്ക റോസ്റ്റും കപ്പയൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു.
പറ്റുമെങ്കിൽ ആ പറമ്പിൽ നിന്ന് തന്നെ കപ്പ മോട്ടിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇത് ചുമ്മാ പറഞ്ഞ കേട്ടോ. ഏതായാലും നടന്നില്ല. ഞങ്ങൾക്ക് ആ പ്ലാനിങ് നടക്കാൻ പറ്റാത്തതിന് കാരണം ഞാൻ വളരെ ഗംഭീരമായൊരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം നിങ്ങൾ കാഴ്ചകൾ കാണുക. ഏതായാലും ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വീട്ടിൽ മടുത്ത് ബോറടിച്ചിരിക്കുകയാണ്. ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആർക്കും ഇപ്പം നല്ല കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ട്രാവൽ വ്ളോഗാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഏതായാലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾ ഇവിടുന്ന് വിടവാങ്ങുകയാണ്. വീണ്ടും നല്ല പുതിയ വ്ളോഗുകളുമായിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.